മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2-3 ദിവസമായിട്ട് ഒരു എബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തി ഞാൻ യൂട്യൂബിൽ കമന്റ് ചെയ്യാറുണ്ട്. അല്പം എതിർപ്പോടുകൂടിയും പുച്ഛത്തോടുകൂടിയുമാണെങ്കിലും വസ്തുതാപരമായിട്ടാണ് കമന്റ് ചെയ്യാറുള്ളത്. നല്ല ഫാക്റ്റായിട്ടാണ്. അതിൽ ഇന്നലെ അദ്ദേഹം എഴുതിയൊരു കമന്റ് എനിക്ക് വളരെ രസം തോന്നി. അദ്ദേഹം പറഞ്ഞത്, ക്രൈസ്തവ സമൂഹം ഭാരതീയ പൈതൃകത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും എടുക്കാൻ കാരണം അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവരെ പെന്തക്കോസ്ത് അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ പെന്തക്കോസ്തിലേക്കും യഹോവ സാക്ഷിയിലേക്കുമുള്ള കൺവേർഷൻ ഭീകരമായിട്ട് നടക്കുന്നത് ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മാത്രമല്ല, ക്രൈസ്തവരിലെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് കിടക്കും. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ചില കാര്യങ്ങൾ പൈതൃകത്തിൽ നിന്ന്, ഈ നാടിന്റെ പൈതൃകത്തിൽ നിന്ന് എടുക്കാനുള്ള കാരണം അതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ കുറെ സന്തോഷത്തോടു കൂടിയും ചാരിതാർത്ഥ്യത്തോടു കൂടിയും ഒന്നും അല്ല എബ്രഹാം എന്ന് പറയുന്ന ആളിൽ എഴുതിയത്. അല്പം ദേഷ്യത്തോടു കൂടി തന്നെയാണ് എഴുതിയത്. ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാതെ നിലനിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കും എന്ന അർത്ഥത്തിൽ തന്നെയാണ് എഴുതിയത്. പിന്നെയും കുറെ വരികളുണ്ട്. അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അത്ഭുതകരമായിട്ടുള്ള, ധന്യമായിട്ടുള്ള ഈ ഹൈന്ദവ ജനതയുടെ അനുഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. 33 കോടി ദേവന്മാർ നമുക്കുണ്ട്. 33 കോടി എണ്ണിയാൽ അത്രയൊന്നും ഇല്ല കേട്ടോ. വൈദിക ദേവന്മാർ കുറേ ഉണ്ട്, അല്ലാത്തത് കുറച്ചുണ്ട്. 33 കോടിയൊന്നുമില്ല. കൂടി വന്നു കഴിഞ്ഞാൽ പേര് ഉള്ള ഒരു 100-ഓ 110-ഓ കാണാം, അത്രയേ ഉള്ളൂ. ഏതായാലും സങ്കല്പത്തില് എല്ലാ മനുഷ്യരും, എല്ലാ ജന്തുക്കളും, എല്ലാ സസ്യങ്ങളും നമുക്ക് ഈശ്വരീയ തുല്യമാണ്. ആൽമരത്തിനെ പൂജിക്കാറുണ്ട്, നമ്മൾ തുളസിയെ പൂജിക്കാറുണ്ട്, ആനയെ പൂജിക്കാറുണ്ട്, പശുവിനെയും കാളയെയും പൂജിക്കാറുണ്ട്, ദേവവാഹനങ്ങളെയൊക്കെ ഈശ്വരനായിട്ട് കാണാറുണ്ട്, ദേവ വൃക്ഷങ്ങളായിട്ട് കാണാറുണ്ട്. അങ്ങനെയൊക്കെ ദേവതാ സങ്കല്പം എല്ലാത്തിലും നമുക്കുണ്ട്. ഇപ്പൊ 33 കോടി ദേവന്മാരുണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. പിന്നെ മാത്രമല്ല, ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരുണ്ട് നമുക്ക്. ഇവരുടെയൊക്കെ പേര് കേട്ടവർ പോലും ഉണ്ടാവില്ല. കൂടി വന്നു 15 ഋഷിവര്യന്മാരുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ കോടിക്കണക്കിന് ദേവതാ സങ്കല്പം, ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര്. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന 2000 സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ. ക്രിസ്ത്യാനിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, മുസ്ലിമിന് ഒരു പുസ്തകമേ ഉള്ളൂ, മറ്റു മതക്കാർക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. നമുക്ക് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. അത് സംസ്കൃതത്തിൽ എഴുതിയത്. അതിൽ 10,000-ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. അത് സംസ്കൃതത്തിൽ എഴുതിയതാണ്. എണ്ണം കൃത്യമായിരിക്കണമെന്നില്ല, കുറെ കൂടി പാടി ചെയ്യുന്നുണ്ട്. പിന്നെ 1,00,000-ഓളം ഉപാഖ്യാനങ്ങൾ, സബ് കമന്ററീസ് 22 ഭാരതീയ ഭാഷകളിൽ ഉണ്ട്. ഇത്രയും ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് വിഷയങ്ങളാണുള്ളത്. അപ്പൊ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് എഴുതിയത് ഒരു കാലഘട്ടത്തിലല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടാണ് എഴുതിയത്. ഇത് ഹിന്ദുവിന്റെ പൈതൃകമാണ്. ഈ പൈതൃക ഇങ്ങനെ വൈവിധ്യമാർന്ന പൈതൃകമുണ്ടായിട്ടും നമ്മളെല്ലാം പോകുന്നത് ഒരേ അമ്പലത്തിലാണ്, ഒരേ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ശബരിമല പിന്നെ വലിയ തീർത്ഥാടന കേന്ദ്രം, അത് മാറ്റിവെക്കാം. ഒരേ കെട്ടാരക്കര ഗണപതി ക്ഷേത്രത്തില്, ഒരേ കൈമനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗക്കാരും പോകുന്നത്. നായരും ഈഴവനും പുലയനും പറയനും എല്ലാം. പണ്ട് ജാതി സമ്പ്രദായം നിലനിന്നിരുന്നപ്പോഴത്തേക്കും പലർക്കും ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ഹിന്ദുക്കളും ഒരേ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. SNDPയുടെ ക്ഷേത്രങ്ങളിൽ മറ്റുള്ളവർ വരുന്നുണ്ട്, NSSന്റെ ക്ഷേത്രങ്ങളിൽ മറ്റുള്ളവർ വരുന്നുണ്ട്. ഹനുമാൻ ക്ഷേത്രം തുളു ബ്രാഹ്മിൻസിന്റെ എറണാകുളത്തുണ്ട്, 99% മറ്റുള്ളവരാ വരുന്നത്. TD അമ്പലം, തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറഞ്ഞ കൊങ്ങിണിമാരുടെ ഉണ്ട്, എല്ലാവരും വരാറുണ്ട്. വളരെ അകത്തേക്ക് കയറ്റാറില്ല എന്ന് മാത്രം, ആരെയും കയറ്റാറില്ല, അവരുടെ ആൾക്കാരെയും വളരെ അകത്തേക്ക് കയറ്റാറില്ല. അപ്പൊ എല്ലാ ദേവതാ സങ്കല്പം ഇത്രയും ഉണ്ടായിട്ട് നമ്മൾ ഒരുമിച്ച. ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കുക, മുസ്ലിങ്ങളുടെ കാര്യം നോക്കുക, ഒരേ ഒരു കുരിശാണ് അവരുടെ സിമ്പിള്, ഒരേ ഒരു ഗ്രന്ഥം ബൈബിള്, ഒരേ ഒരു ദൈവം യഹോവ,
ഒരേ ഒരു പ്രവാചകൻ യേശുക്രിസ്തു. ഒരേ വിഷയമേ ബൈബിളിലുള്ളൂ, ആത്മീയത. എന്നിട്ട് അതിൽ ലാറ്റിൻ കത്തോലിക്കന്റെ പള്ളിയിലേക്ക് സിറിയൻ കത്തോലിക്കനെ പൊതുവെ കയറ്റില്ല. ഇവരുടെ 2 പേരുടെ പള്ളിയിലേക്ക് സാൽവേഷൻ ആർമി പോവില്ല. ഇവരുടെ 3 പേരുടെ പള്ളിയിലേക്ക് ഓർത്തഡോക്സ് പോവില്ല, കേറ്റില്ല. ഇവരുടെ 4 പേരുടെ പള്ളിയിലേക്ക് മാർത്തോമ കയറില്ല. ഇവരുടെ 5 പേരുടെ പള്ളിയിലേക്ക് യഹോവ സാക്ഷികൾ പോവില്ല, പ്രത്യക്ഷ ദൈവസഭ പോവില്ല. ഇവരുടെ 6 പേരുടെ പള്ളിയിലേക്ക് പെന്തക്കോസ്ത് പോവില്ല. ഇവരുടെ 7 പേരുടെ പള്ളിയിലേക്ക് ജാക്കോബൈറ്റിനെ കേറ്റില്ല. ഇങ്ങനെ വെറുതെ ആലോചിച്ച് നോക്കാം. ഒരുപക്ഷെ ഈ കേറ്റാത്തത് കൊണ്ട് കേരളം മുഴുവനും പള്ളികളായി തീർന്നു എന്നുള്ളത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അവനവന്റെ പള്ളി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ളത് ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ ഒരു ഐക്യം, ഒരുപക്ഷെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളൊക്കെ ഐക്യത്തിൽ വരും. ആദ്യം കുരിശ് വെച്ചപ്പോ, കുരിശ് തകർത്തപ്പോ അതിനെ അഭിനന്ദിച്ച അച്ഛന്മാർ പിന്നീട് മിണ്ടിയിട്ടില്ല. കാരണം ക്രിസ്ത്യാനികളുടെ ബാഹ്യ ഐക്യം, കൊട്ടിയൂര് കണ്ണൂര് ദിവ്യഗർഭം നൽകിയ അച്ഛനെ ആദ്യം വിമർശിച്ചെങ്കിലും മറ്റ് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് വന്ന് സംരക്ഷിച്ചു. പോട്ട ധ്യാന കേന്ദ്രത്തില് എത്രയോ മരണങ്ങൾ, 1850 മരണങ്ങൾ നടന്നത്, അത് അന്വേഷിക്കാതിരിക്കാൻ എല്ലാ ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്നു. ബാഹ്യമായിട്ട് ഒരുമിച്ചാണ്. പക്ഷെ ആന്തരികമായിട്ട് ആത്മീയതയുടെ തലത്തിൽ പോലും ഒരു ദൈവം, ഒരു പുസ്തകം, ഒരു ചിഹ്നം, ഒരു പ്രവാചകൻ ആയിട്ട് പോലും ഒരുമിച്ച് അവർ ഒരിക്കലും വരാറില്ല. ഇത് തന്നെയല്ലേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ? ഷിയായും സുന്നിയും തമ്മിലുള്ള അടിയും ബോംബേറുമാണ് മുസ്ലിം രാജ്യങ്ങളിലെ മുഴുവനും പ്രശ്നങ്ങൾ. ഒരേ പ്രവാചകൻ, ഒരേ ഖുർആൻ, ഒരേ അല്ലാഹു, ഒരേ കാബ, എല്ലാം ഒന്നാണ്. എന്നിട്ട് പാകിസ്ഥാനിൽ നോക്കിയാൽ അറിയാം, മുസ്ലിം രാജ്യമാണ്. ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങള്, അതുകൊണ്ടോ വെക്കുന്നത് മുസ്ലിം പള്ളിയില്, വെച്ചവൻ മുസ്ലിമാണ്, അത് പൊട്ടുമ്പോൾ മരിക്കുന്നത് മുസ്ലിങ്ങളാണ്, അവിടുത്തെ പോലീസുകാർ മുസ്ലിങ്ങളാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർ മുസ്ലിങ്ങളാണ്, അവിടെ നീതിന്യായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിങ്ങളാണ്, ഭരണാധികാരികൾ മുസ്ലിങ്ങളാണ്. എന്നിട്ടും എന്തിനാ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കൊല്ലുന്നത്? ഒന്ന് തന്നെയാണ്. ദൈവം ഒന്ന്, ഏക ദൈവം, ഏക ഗ്രന്ഥം, ഏക പ്രവാചകൻ, ഏക വീക്ഷണം, ഏക സിംബൽ. ഇതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ അറിയാനുള്ളത്, ഹിന്ദുവിന്റെ ഐക്യം ഒരുപക്ഷെ ഇലക്ഷനോ വോട്ടിങ്ങിലോ പ്രതിഫലിക്കുന്നില്ലെങ്കിലും ആത്മീയ മണ്ഡലത്തില് ഹൈന്ദവ ജനത ഒരൊറ്റ വഴിയിലൂടെയാണ്. ആന്തരിക ഐക്യം. ആന്തരിക ഐക്യം ഒന്നാ. ബാഹ്യമായിട്ട് പൊളിറ്റിക്കൽ ഐക്യം അത് ഉണ്ടായതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഒബ്സർവേഷനാണ് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള റിലേഷൻ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദം ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പാകിസ്ഥാനാണ്. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം ഇന്നലെ ഒരാൾ വാട്സാപ്പിൽ എഴുതുകയുണ്ടായി, നന്നായിട്ട് എഴുതുകയുണ്ടായി. സൗദി അറേബ്യയിലെ ഏറ്റവും അടുത്തുള്ള രാജ്യമാണ് യമൻ എന്ന് പറയുന്ന രാജ്യം. 100% മുസ്ലിങ്ങളാണ്. ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലാണ് യമൻ എന്ന രാജ്യം. പക്ഷെ ആ യമനിലെ ഒരു വ്യക്തിയെ പോലും സൗദി അറേബ്യ കയറ്റിയില്ല. സൗദി അറേബ്യ യമൻ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സഹായവും കൊടുക്കില്ല. ഭാരതത്തിന് വ്യത്യാസമുണ്ട്. ഭാരതമാണ് യഥാർത്ഥത്തിൽ ഭൂട്ടാനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഭാരതമാണ് യഥാർത്ഥത്തിൽ നേപ്പാളിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഭാരതമാണ് യഥാർത്ഥത്തിൽ ശ്രീലങ്കയെ സപ്പോർട്ട് ചെയ്യുന്നത്, ഭാരതമാണ് മൊറീഷ്യസിന് വേണ്ട എല്ലാ ഗൈഡൻസും കുറേയൊക്കെ നൽകുന്നത്. ഈവൻ മാലിദ്വീപ് എന്ന മുസ്ലിം രാജ്യത്തിനും ഭാരതം തന്നെയാണ്. അടുത്ത കാലത്ത് ബംഗ്ലാദേശിന് ഇത്രയാ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഭാരതം. തായ്ലാൻഡിന്, ബർമ്മയുടെ മിക്കവാറും പ്രൊട്ടക്ഷൻ ഭാരതമാണ്. അപ്പോ ഒരു രാഷ്ട്രത്തിന്റെ അവസ്ഥ നോക്കാം. ഒരു മതം, ഒരു ഗ്രന്ഥം, ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഒരു സിമ്പിള്, മതത്തിന്റെ സിമ്പിള് ആയാലും ഐക്യം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ആ ഒരു ധന്യമായിട്ടുള്ള വീക്ഷണം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരുമിച്ച് നിലനിൽക്കുന്നത് ആന്തരികമായിട്ടാണ്. പക്ഷെ ബാഹ്യമായിട്ട് ഐക്യമില്ലെങ്കിൽ നശിപ്പിക്കാനും കൊല്ലാനും ചാവാനുമായിട്ട് പോവരുത്.
എന്നുള്ളത് കൂടി പ്രത്യേകതയുണ്ട്. അതുകൂടി ചേർത്ത് പറയാം. ഇപ്പൊ കണ്ണൂരായാലും മറ്റെവിടെയായാലും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും RSSകാരും തമ്മിൽ വഴക്കിടുമ്പോഴും ഓർമ്മിക്കാനുള്ള ഇപ്പൊ SDPI കൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിലുണ്ട്. പകൽ അവർ CPM ആണ്, രാത്രി അവര് തീവ്രവാദികളെ പോലെ പ്രവർത്തിക്കുന്നു. കൊല്ലാനും ചാവാനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും മുമ്പിൽ നിർത്തുന്നത് SDPI ആണ്, അമ്പലത്തിൽ ലഹള ഉണ്ടാക്കാനൊക്കെ. പണ്ട് അതല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരും RSSും തമ്മിലാണ് അടി. മരിക്കുന്നതും കൊല്ലുന്നതും ചാവുന്നതും രാഷ്ട്രീയത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിലല്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഹിന്ദുക്കൾ തന്നെയാണ്. ഇതുകൂടി ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ. അതൊന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മുടെ ഐക്യം എന്ന് പറയുന്നത് അഗാധമായിട്ടുള്ള ഐക്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മം 10,000 വർഷമായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലും വികസിത രാഷ്ട്രങ്ങളിലും അവിടെയുള്ള മതം വൈപ്പ് ഔട്ട് ചെയ്തു പോയതും മറ്റു മതത്തിലെ തീവ്രവാദം കൊടികുത്തി വാഴുകയും ചെയ്യുന്നത്. ഈ നന്മ ഹൈന്ദവ ജനതയുടെ ഭാഗമായിട്ട് എന്നും നിലനിൽക്കാൻ ശ്രമിക്കണം. പ്രണാമം, നമസ്കാരം.